അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എത്തി. സർജറിക്ക് വേണ്ടിയിട്ട് രാവിലെ കയ്യിൽ ക്യാനിലേക്ക് ഇട്ടിട്ട് ഒരു 8:30 നമുക്ക് സമയം തന്നിരുന്നത്. പക്ഷേ സച്ചുവിനെ അകത്ത് കൊണ്ടുപോയപ്പോൾ ഏകദേശം 11:15 ഈ സമയം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് കേട്ടോ കുഞ്ഞിനെ അകത്തോട്ട് വിട്ടിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്കൂർ ഗ്യാപ്പിൽ വെള്ളമോ 2 മണിക്കൂറിന് മുമ്പായിട്ട് നമുക്ക് വേണേൽ വെള്ളം കൊടുക്കാം. പിന്നെ അവന് ഉറക്കമായിരുന്നുകൊണ്ട് രാത്രി ആയിരുന്നുകൊണ്ട് നമുക്കങ്ങനെ വെള്ളം കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്താ പറയുക, ഈ മാനസികാവസ്ഥേനൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ അകത്തോട്ട് കൊണ്ടുപോയി ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മളെ മാറ്റുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളിത് ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് പല്ലിൻ്റേതായതുകൊണ്ട് നമ്മൾ ബണ്ണ് പാലിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്താ പറയുക ജ്യൂസ് അടിച്ചിട്ടൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ആയിരുന്നു അന്നേരം നമ്മൾ കൊടുത്തിരുന്നത്. സച്ചുവിൻ്റെ മുഖത്ത് നല്ല നീരുണ്ട്. 2 പല്ല് അവൻ്റെ എടുത്തിട്ടുണ്ട്. സ്റ്റിച്ചുണ്ട്. അതുപോലെ ഒരു പല്ലിന് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പല്ലും പോടുള്ള പല്ലുകളൊക്കെ അടച്ചിട്ടുണ്ട്. ആൾ നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ അത്രയും കട്ടി കുറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെയാണ് അവന് കൊടുത്തിരുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ അവൻ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നത്. നമ്മൾ ഒബ്സർവേഷൻ റൂമിലായിരുന്നു. അപ്പോൾ അമ്മേനെ ഞാൻ റൂമിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ രാവിലെ വന്നിട്ട് അമ്മേനെ കുഞ്ഞിൻ്റെ അടുത്താക്കി ഞാൻ വന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറി തലമുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് പോവുകയാണ്. എന്താ പറയുക, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സാധാരണക്കാർ മെഡിക്കൽ കോളേജ് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കില്ല എന്നെനിക്കറിയാം. കാരണം നമ്മുടെ ജീവിത രീതിയും സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എന്തായാലും ഒരു തവണയെങ്കിലും നമ്മൾ എന്താ പറയുക മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റൽ ലൈഫ് നമുക്ക് കടന്നു പോയിട്ടുണ്ടാവും. ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക നമ്മൾ ആർക്കും എന്താ പറയുക മുകളിലല്ല അല്ലെങ്കിൽ വലിയതോ ചെറുതോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല എന്ന് നമ്മൾ പല സമയത്തും തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.